ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ തകർക്കുമെന്ന് 48 മണിക്കൂർ സമയം അനുവദിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് നിലപാട് മാറ്റിയത് ലോകത്തെ അമ്പരപ്പിച്ചു. ഇറാന്റെ ഊർജ്ജകേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം 5 ദിവസത്തേക്ക് മാറ്റിവെച്ചതായും ഇരുകൂട്ടരും തമ്മിൽ ഫലപ്രദമായ ചർച്ചകൾ നടന്നതായും ട്രംപ് പ്രഖ്യാപിച്ചു. യുദ്ധം 25ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴുണ്ടായ ഈ മാറ്റം സംഘർഷം ലഘൂകരിക്കാനുള്ള അമേരിക്കയുടെ ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. തിങ്കളാഴ്ച വരെ ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന ട്രംപിനെ പിന്തിരിപ്പിച്ചത് പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളുടെയും അമേരിക്കൻ സഖ്യകക്ഷികളുടെയും സമ്മർദ്ദമാണ്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്താൽ അത് മേഖലയിലാകെ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും പ്രത്യാഘാതങ്ങൾക്കും കാരണമാകുമെന്ന് സഖ്യകക്ഷികൾ മുന്നറിയിപ്പ് നൽകി. കൂടാതെ ഇറാന്റെ പ്രതിരോധശേഷിയും പ്രത്യാക്രമണ ഭീഷണിയും അമേരിക്കയെ പുനർചിന്തനത്തിന് പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. ട്രംപിന്റെ ചർച്ചാപ്രഖ്യാപനത്തെ ഇറാൻ പാടെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രയേലും തങ്ങൾ തന്നെ സൃഷ്ടിച്ച കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന ശ്രമം മാത്രമാണിതെന്ന് അദ്ദേഹം പരിഹസിച്ചു. ചർച്ചകളിലേർപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ ട്രംപിന് സാധിക്കാത്തതും ഈ അവകാശവാദങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ സജീവമായി ശ്രമിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കാനും വെടിനിർത്തൽ നടപ്പിലാക്കാനുമാണ് ഈ രാജ്യങ്ങൾ മുൻകൈയെടുക്കുന്നത്. പാകിസ്ഥാൻ ഈ ചർച്ചകൾക്ക് വേദിയൊരുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചർച്ചകളിൽ ഇറാനിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണമില്ല. 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധമേഘങ്ങൾ ഒഴിഞ്ഞുപോയിട്ടില്ല. ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണെന്നും യുദ്ധം അവസാനിക്കാനുള്ള സൂചനയായി ഇതിനെ കാണാനാവില്ലെന്നുമാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതുവരെ ഈ ചർച്ചകളെയും സമാധാന നീക്കങ്ങളെയും കുറിച്ചുള്ള വാർത്തകൾ വെറും ഊഹാപോഹങ്ങളായി മാത്രമേ കണക്കാക്കാനാവൂ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത പിൻവാങ്ങലും 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനവും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഒരു നിർണായക വഴിത്തിരിവാണ്. എന്നാൽ ഇത് യുദ്ധത്തിന്റെ അന്ത്യമാണോ അതോ അടുത്ത വലിയ നീക്കത്തിന് മുന്നോടിയായുള്ള നിശബ്ദതയാണോ എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ തങ്ങളുടെ നിബന്ധനകളിൽ ഉറച്ചുനിന്ന ഇറാൻ ആഗോള വിപണിയെയും ഹോർമുസ് കടലിടുക്കിനെയും ആയുധമാക്കി മാറ്റുന്നതിൽ വിജയിച്ചു. സഖ്യകക്ഷികളുടെ സമ്മർദ്ദവും പ്രത്യാക്രമണ ഭീഷണിയും ട്രംപിനെ സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കാൻ പ്രേരിപ്പിച്ചുവെന്നത് ഇറാന്റെ നയതന്ത്ര വിജയമായി വിലയിരുത്തപ്പെടുന്നു. മേഖലയിലെ സമാധാനത്തിനായി പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇറാന്റെ ഔദ്യോഗിക നിഷേധം ചർച്ചകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അമേരിക്കയും ഇസ്രയേലും നേരിടുന്ന രാഷ്ട്രീയ സൈനിക പ്രതിസന്ധികളിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാനുള്ള ഒരു എക്സിറ്റ് സ്ട്രാറ്റജി മാത്രമാണിതെന്ന് നിരീക്ഷകർ കരുതുന്നു. വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുമോ എന്നും പ്രഖ്യാപിക്കപ്പെട്ട ചർച്ചകൾ ഫലപ്രദമാകുമോ എന്നും ലോകം ഉറ്റുനോക്കുകയാണ്. യുദ്ധമേഘങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞുപോയിട്ടില്ലെങ്കിലും ഇറാൻ എന്ന കരുത്തിനെ മറികടക്കുക എന്നത് അമേരിക്കയ്ക്ക് അത്ര എളുപ്പമല്ലെന്ന് ഈ സംഭവങ്ങൾ അടിവരയിടുന്നു.